വീട് പണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോൺക്രീറ്റിംഗ് എന്നുള്ളത്. കമ്പി ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയാണ് RCC. ഈ RCCയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും ഈ RCCയുടെ പല ഭാഗങ്ങളും അടന്നു പോകുക, ക്രാക്ക് ഡെവലപ്പ് ചെയ്യുക, ലീക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഈ ക്രാക്കിന് പല തരത്തിലുള്ള റീസണുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പി തുരുമ്പ് പിടിച്ച് ക്രാക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഇതിനുള്ള ഒരു ഉത്തമ പരിഹാരം എന്ന് പറയുന്നത് കോൺക്രീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചെറിയൊരു ശ്രദ്ധ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് കവർ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പല തരത്തിലുള്ള സ്ലോട്ടുകളുണ്ട്. അതായത് ഇവിടെ ഒരു സ്ലോട്ടുണ്ട്, ഈ സൈഡിൽ നിന്ന് വേറൊരു സ്ലോട്ടുണ്ട്, ഈ സൈഡിൽ വേറൊരു സ്ലോട്ടുണ്ട്. ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലാബിൽ സ്റ്റീല് മുകളിലേക്ക് റീൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റീല് മുകളിലേക്ക് പൊക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കവർ ബ്ലോക്ക് എന്നുള്ളത്. അത് സ്ലാബിൻ്റെ സ്പേസിങ്ങിനനുസരിച്ചിട്ടും വെക്കാം, ബീമിൻ്റെ സ്പേസിങ്ങിനനുസരിച്ചിട്ടും വെക്കാം, കോളത്തിനും ഫുട്ടിങ്ങും ഒക്കെ വെക്കാം. അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ഈ സ്പേസിങ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അടുത്ത ചോദ്യം. ഡീഷട്ടർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്ലാബിന് വേണ്ടി തട്ടടിച്ച് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡീഷട്ടറിങ് പീരീഡ് കഴിഞ്ഞ് അടിയിൽ നിന്ന് ഷട്ടർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ കമ്പികൾ എക്സ്പോസ്ഡ് ആയിട്ട് യാതൊരു കാരണവശാലും കാണാൻ പാടില്ല. കവറില്ലാതെ ബോട്ടത്തിൽ ടച്ച് ചെയ്തിരിക്കുവാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന റീൻഫോഴ്സ്മെൻറ്റ് ഓക്സിഡേഷന് വിധേയമാവുകയും എത്രയും പെട്ടെന്ന് അതിനകത്ത് കൊറോഷൻ പിടിപെടുകയും ചെയ്യും. ഇത് പിന്നീട് ഈ റീൻഫോഴ്സ്മെൻറ്റിന് അകത്ത് കൂടി ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റ് സ്റ്റീലുകളിലേക്കും കൂടി ഇത് വ്യാപിക്കുകയും ആ കോൺക്രീറ്റിൻ്റെ ബലക്ഷയം സംഭവിക്കുകയും ചെയ്യും. കാലാകാലങ്ങളിൽ ഇത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് നമ്മൾ അതിനുള്ള റിനോവേഷനും റെക്ടിഫിക്കേഷൻ മെത്തേഡ്സിനും വളരെ വലിയൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടിയും വരും. ഇനി ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതാണ്. കൊറോഷനെ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റീലിനും കോൺക്രീറ്റിനും അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ സ്ട്രെങ്ത് കാലാകാലങ്ങളോളം നമ്മുടെ വീട് കൂടുതൽ സുരക്ഷിതമായിട്ടും സ്ട്രെങ്ത് ആയിട്ടും നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെയും ആ വീട്ടിൽ താമസിക്കാനുള്ള ഒരു സാഹചര്യം സംജാതമാകുന്നു എന്നുള്ളതാണ്.